ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 48ഓളം പേർ മരിച്ചു. പോളിയോ വാക്സിനേഷനായി ലോകാരോഗ്യ സംഘടന പ്രദേശത്ത് പ്രവർത്തനം നടത്താനിരിക്കെയാണ് ആക്രമണം. 8 മണിക്കൂർ വെടിനിർത്തലിനിടെ വാക്സിനേഷൻ നൽകാനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തീരുമാനം. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശനിയാഴ്ചയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഗാസയുടെ പൂർവ്വ ഭാഗങ്ങളിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദക്ഷിണ പൂർവ്വ മേഖലയിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ആക്രമണത്തിൽ 48ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. തുടർച്ചയായി ഗാസയിൽ ആക്രമണം തുടരുകയാണ്. അവിടെ ഇത്തരത്തിലുള്ള ഹമാസിന്റെ ഹൈഡൌട്ടുകളിലെല്ലാം തന്നെ ശക്തമായ ആക്രമണം നടത്തും എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത് എന്നാണ് ഈ അവസാനത്തെ ആക്രമണത്തിൽ നിന്ന് കൂടി വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ റോക്കറ്റ് ആക്രമണം ശക്തമായതിന്റെ ഭാഗമായി 48ഓളം പേർ മരിച്ചു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന നടപടിയിലേക്ക് നീങ്ങാനിരിക്കുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. 66,40,000-ഓളം കുട്ടികളെ വാക്സിനേഷനുള്ള നീക്കം നടത്താനുള്ള ഒരു നടപടിയുമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുകയാണ്. 90%-ലേറെ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകുക എന്നത് അനിവാര്യമാണ് എന്നൊരാവശ്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 8 മണിക്കൂറോളം വെടിനിർത്തൽ സ്വാഭാവികമായി നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ പ്രകാരം നടപ്പാക്കുന്നതിനിടെ ഇത്തരത്തിൽ പോളിയോ വാക്സിനേഷൻ നൽകുക എന്നൊരു തീരുമാനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ളവർക്ക് മുഴുവനും ഒരു ഡോസ് വാക്സിൻ ഉടൻ തന്നെ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായുള്ള നടപടികൾ നടത്തിയ ആക്രമണത്തിൽ 48ഓളം പേരാണ് മരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.